വൃത്തികെട്ട രീതിയിലേക്ക് മാറ്റിയിട്ടുള്ള ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ അത് താഴത്തേക്ക് എടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. നമുക്ക് എപ്പോഴെങ്കിലും സൈബർ ക്രൈംസിനെ മുഴുവനായി തുടച്ചു നീക്കാൻ സാധിക്കുമോ? സാധിക്കില്ല, ഒട്ടും സാധിക്കില്ല. നിങ്ങളെ തന്നെ കാണാനോ കേൾക്കാനോ ഇഷ്ടമല്ലാത്തൊരു രീതിയിലേക്കുള്ള ഒരു സാധനവും നിങ്ങൾ ഡിജിറ്റൽ സ്പേസിൽ സേവ് ചെയ്യരുത്. ദർ ഇസ് നോ 100% ഡിലീഷൻ. ഫോട്ടോ ഉപയോഗിച്ചിട്ട് ബ്ലാക്ക്മെയിൽ ചെയ്യുക, ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പണം തട്ടിക്കുക, റിലേഷൻഷിപ്പ് ഇഷ്യൂസ്. ഇപ്പം അതിൻ്റെ ഇമ്പാക്റ്റ് പുറത്ത് വരുന്നത് അൺഫോർച്ചുനേറ്റ്ലി ചില മരണങ്ങൾ സംഭവിക്കേണ്ടി വന്നു എന്നുള്ളതുകൊണ്ടാണ്. നമ്മളെ കേൾക്കണമെങ്കിൽ നമ്മൾ മരിക്കണം എന്ന് പറയുന്നത് വലിയൊരു അൺഫോർച്ചുനേറ്റ് സിറ്റുവേഷൻ ആണ്. ഓരോ വെബ്സൈറ്റ് കയറുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഡേറ്റ കൊടുക്കേണ്ടി വരും. ഇവരിത് മിസ്യൂസ് ചെയ്യുന്നുണ്ട് എന്നെങ്ങനെ നമുക്ക് അറിയാൻ സാധിക്കും? സൈബർ ക്രൈമിൻ്റെ ഏറ്റവും വലിയൊരു പ്രോബ്ലം അതാണ്. ആ ഇമ്പാക്റ്റ് നമ്മുടെ മുമ്പിൽ വരുന്നവരേക്കും നമ്മൾ അറിയില്ല. പെനൽറ്റീസ് നിസ്സാരമല്ല. 50 ലക്ഷം മുതൽ 250 കോടി വരെയാണ്. ലോൺ ആപ്പിന്റെ ഉപയോഗം ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഇവർ ആത്മഹത്യ ചെയ്യുന്നത് വരെ നമ്മൾ കണ്ടിട്ടുണ്ട്. 2000 രൂപ മുതൽക്ക് ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ നിങ്ങൾ കാണുമ്പോഴേക്കും ആൾക്കാർ ക്ലിക്ക് ചെയ്യാണ്. ആ ആപ്പ് ഡൗൺലോഡ് ആകുമ്പോൾ തന്നെ നിങ്ങളുടെ ഫോൺ അതിനകത്ത് കോംപ്രമൈസ്ഡ് ആവുന്നു. ആ ഫോൺ കോംപ്രമൈസ്ഡ് ആകുമ്പോൾ നിങ്ങളുടെ കോൺടാക്ട്സ്, നിങ്ങളുടെ ഗാലറി എല്ലാം അവരുടെ കയ്യിലാവുകയാണ്. ഫ്രീ ആയിട്ട് ഒരു സാധനവും ജീവിതത്തിൽ കിട്ടില്ല എന്നുള്ളതും ആദ്യത്തെ പാഠമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. എന്തെങ്കിലും ഒരു ഇഷ്യൂ പെട്ടുപോയി എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെയും സഹിച്ചുകൊണ്ടിരിക്കരുത്, പണം കൊടുത്തുകൊണ്ടേ ഇരിക്കരുത്, ബ്ലാക്ക്മെയിലിന് നമ്മൾ സക്കം ചെയ്യരുത്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സൈബർ ക്രൈം ഇൻവെസ്റ്റിഗേറ്റർ ധന്യ മേനോനാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. നമസ്കാരം മാം. നമസ്കാരം. സൈബർ ക്രൈം എന്ന് പറയുന്നത് ദിനം പ്രതി ഇപ്പോൾ കൂടി വരുന്നൊരു സാഹചര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഇനിയും കൂടുന്നൊരു സാഹചര്യമാണ്. നമുക്ക് എപ്പോഴെങ്കിലും സൈബർ ക്രൈംസിനെ മുഴുവനായി തുടച്ചു നീക്കാൻ സാധിക്കുമോ? സാധിക്കില്ല, ഒട്ടും സാധിക്കില്ല. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഒരു എന്താ പറയുക ഡിപ്പെൻഡൻസി ഈ പറയുന്ന ഒരു മേഖലയിലേക്ക് സൈബർ സ്പേസ്, ഡിജിറ്റൽ സ്പേസിനോടുള്ള ഒരു ഡിപ്പെൻഡൻസി കംപ്ലീറ്റ്ലി ഓരോ ദിവസം കഴിയുന്തോറും ഇത് കൂടി തന്നെയാണ് വരണേ. ഒരു 25 കൊല്ലം മുമ്പ് എനിക്ക് തോന്നുന്നില്ല നമ്മൾ ആരെങ്കിലുമൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും വർക്ക് ഫ്രം ഹോം ഉണ്ടാവും, നമുക്ക് വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് വേറെ ഏതെങ്കിലും ഒരു നാട്ടിലെ വർക്കൊക്കെ ചെയ്യാമെന്നൊന്നും നമ്മൾ ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അവിടെ നിന്നൊക്കെ ഒരുപാട് നമ്മൾ മാറി. ഇപ്പോൾ എന്ത് സാധനവും നമ്മുടെ ഗാഡ്ജറ്റിൽ നിന്നാണ്. വീട്ടിലേക്ക് ഓർഡർ ചെയ്യുന്ന സാധനങ്ങളാണെങ്കിലും ഫുഡാണെങ്കിലും ഷോപ്പിംഗ് ആണെങ്കിലും എന്തും ഇൻക്ലൂഡിങ് ഡോക്ടർ കൺസൾട്ടൻസി വരെയും കൂടി ഇപ്പോൾ ഓൺലൈനിലാണ് നടക്കുന്നത്. അപ്പോൾ അത്രയും ഡിപ്പെൻഡൻസി കൂടി വരുമ്പോൾ നമ്മുടെ ട്രാൻസാക്ഷൻസ് എല്ലാം സൈബർ സ്പേസിലാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ക്രൈംസും അവിടെ തന്നെയാണ്. ഇതൊക്കെ നമ്മളെ എങ്ങനെയായിരിക്കും ബാധിക്കുക? ഇപ്പോൾ ഓൺലൈനായിട്ട് ഇപ്പോൾ ഷോപ്പിംഗ് ചെയ്യുമ്പോഴൊക്കെ ആയാലും ദിനംപ്രതി അത് കൂടി വരികയാണ്. ഇനി അങ്ങനെ ഒരു സാഹചര്യമാണ് മുന്നോട്ട് കിടക്കുന്നതും. ഇതെങ്ങനെയായിരിക്കും നമ്മളെ ബാധിക്കുന്നത്? ക്രൈംസ് എന്ന് പറയുന്നത് വേറൊരാളുടെ മാനസികാവസ്ഥ ആണ്. അല്ലാതെ ഇതൊന്നും സൃഷ്ടിച്ചത് മോശം വരാൻ വേണ്ടിയിട്ടോ മനുഷ്യർക്ക് അത് ദ്രോഹിക്കാൻ വേണ്ടിയിട്ടോ അല്ല ഇതൊന്നും സൃഷ്ടിച്ചിട്ടുള്ളത്. പക്ഷെ അത് യൂസ് ചെയ്യുന്ന പലവരുടെയും അവരുടെ മാനസികാവസ്ഥ അത് നമുക്ക് തിരുത്താൻ പറ്റില്ലല്ലോ. ഓരോരുത്തരും എങ്ങനെ ചിന്തിക്കണം എന്നുള്ളത് നമുക്ക് മനസ്സ് മാറ്റാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചാൽ നമുക്ക് എത്രത്തോളം ഇതിനകത്തുള്ള ഓപ്പർച്യൂണിറ്റീസ് നമ്മളെ എത്രത്തോളം എക്സ്പോസ് ചെയ്യുന്നത് കുറയ്ക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ ഓരോ ഉപഭോക്താവും പഠിക്കണം. എനിക്ക് ആവശ്യം എന്താണ്, അത്യാവശ്യം എന്താണ്, അനാവശ്യം. ഇത് പണത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. അത്യാവശ്യം, ആവശ്യം, അനാവശ്യം എന്നുള്ള കാര്യത്തിൽ. അതേപോലെ തന്നെ പണം എങ്ങനെയാണോ നമ്മൾ കൈകാര്യം ചെയ്യുക, അതേപോലെ തന്നെ നമ്മുടെ വിവരങ്ങൾ, അതായത് നമ്മളെക്കുറിച്ചുള്ള വിവരങ്ങൾ, ഇൻഫർമേഷൻ എന്ന് പറയുന്ന ഒരു സാധനവും അത്യാവശ്യം, ആവശ്യം, അനാവശ്യം എന്നുള്ളൊരു കാര്യത്തിൽ നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്യാൻ പഠിക്കണം. അത് ഓരോരുത്തർക്കും വ്യത്യാസമാണ്. എൻ്റെ അത്യാവശ്യമായിരിക്കും വേറൊരാളുടെ അനാവശ്യം അതിനകത്ത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തിൽ ഓരോരുത്തരും ഇരുന്നിട്ട് എൻ്റെ ഇൻഫർമേഷൻ എന്താണെന്ന് സെഗ്രിഗേറ്റ് ചെയ്തിട്ട് അത്യാവശ്യവും ആവശ്യവുമുള്ള ഇൻഫർമേഷൻ സൈബർ സ്പേസിൽ കൊടുക്കുക, അല്ലാത്തൊരു ഇൻഫർമേഷൻ കൊടുക്കാതിരിക്കുക. അപ്പോൾ നമ്മൾ ഓപ്പർച്യൂണിറ്റീസ് അത്രയും കുറയ്ക്കും. നമ്മുടെ എഗെയിൻസ്റ്റ് ക്രൈംസ് വരാനുള്ള അല്ലെങ്കിൽ ക്രൈംസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കുറയ്ക്കുക. ഇതാണ് അതിനകത്ത് ആകെ ഉള്ളൊരു പോംവഴി. അപ്പോൾ അതിനേക്കുള്ള ആദ്യ പടിയെന്ന് പറഞ്ഞാൽ എല്ലാവരും അവെയർ ആവുക. ഞാൻ ഈ കൈകാര്യം ചെയ്യുന്ന സ്പേസിൽ, സൈബർ സ്പേസിൽ ഉണ്ടാവാമെന്നും ആ ഉണ്ടാവാവുന്ന പ്രശ്നങ്ങൾ ഇന്നൊക്കെ റെഡ് ഫ്ലാഗ്സ്, ഇതൊക്കെ കണ്ടാൽ ഞാനൊന്ന് അല്ലെങ്കിൽ ഇതൊക്കെ കേട്ടാൽ ഞാനൊന്ന് ശ്രദ്ധിക്കണം എന്നുള്ളതിൻ്റെ ഒരു ബേസിക് അവെയർനെസ്. ഇതെങ്ങനെ കൈകാര്യം ചെയ്യാം, ഈ മേഖല എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നുള്ളതൊക്കെ പഠിക്കുക എന്നുള്ളതാണ് ആദ്യ പടി. ഇപ്പം ഇന്നത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ പോലും നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആവശ്യമായിട്ട് വരും. അത് എടുക്കാണ്ടിരിക്കാനും നമുക്ക് പറ്റത്തില്ലാത്തൊരു സാഹചര്യമുണ്ട്. അപ്പം ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്കതിനെ എങ്ങനെ തടയാൻ സാധിക്കും?
എടുക്കാതിരിക്കാൻ, അതായത് ആപ്പ് ഡൗൺലോഡ് ചെയ്യാതിരിക്കാൻ നമുക്ക് പറ്റില്ല എന്ന് പറയുന്നതിൽ എനിക്ക് ഇത്തിരി അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് എഗൈൻ ആവശ്യം അനാവശ്യമായിട്ടുള്ള ആപ്പുകൾ തരുന്നിരിക്കും. ഇപ്പോൾ ചില കേസുകൾ നമ്മുടെ അടുത്ത് വരുമ്പോൾ അവരുടെ ഗാഡ്ജറ്റ് കൊണ്ട് തരുമ്പോൾ ഞങ്ങൾ ഞെട്ടി പോകാറുണ്ട്. 10,000-20,000 ആപ്പൊക്കെയാണ് അതിനകത്ത്. എന്തിനാ ഇത്രയും ആപ്പ് ഓരോരുത്തർ യൂസ് ചെയ്യണമെന്ന് ചോദിച്ചാൽ അറിയില്ല. അവർ എപ്പോഴോ ആരോ പറഞ്ഞു, ഡൗൺലോഡ് ചെയ്തു വെച്ചു, പിന്നെ അത് യൂസ് ചെയ്യണ്ടോ ഇല്ലയെന്നൊന്നുമില്ല. പക്ഷെ അത് ആ ഗാഡ്ജറ്റിൽ കിടക്കും എന്നുള്ളതാണ്. അതല്ലാതെ എനിക്ക് വേണ്ട, ഞാൻ ഉപയോഗിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ എനിക്ക് ആവശ്യമുള്ള ആപ്പ് എന്താണോ അത് മാത്രം ഡൗൺലോഡ് ചെയ്യുക. അങ്ങനെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ അവർ ചോദിക്കുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്താണെന്നുള്ളത് ഒന്ന് സ്ക്രോളെങ്കിലും ചെയ്ത് നോക്കാം. മുഴുവനും വായിച്ചാൽ നമ്മൾ ആരും അത് ഒന്നും ഉപയോഗിക്കില്ല, സത്യം അതാണ്. പക്ഷേ എന്നാലും അതൊന്ന് സ്ക്രോളെങ്കിലും ചെയ്ത് നോക്കാം. അത്യാവശ്യം നമുക്ക് അറിഞ്ഞിരിക്കാമല്ലോ എന്താണ് കുഴികൾ വരാൻ പോണേ എന്നുള്ളതിൻ്റെ ഒരു ധാരണയ്ക്ക് വേണ്ടിയിട്ട് അറ്റ്ലീസ്റ്റ് അത് നമുക്ക് അറിഞ്ഞിരിക്കുക. എന്നിട്ട് നമുക്ക് കൊടുക്കുന്ന നമ്മുടെ വിവരങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അറിഞ്ഞുകൊണ്ട് കൊടുക്കാം എന്നുള്ളൊരു ഓപ്ഷൻ ഒരെണ്ണം. രണ്ടാമത്തെ കാര്യം, ഏത് സ്ഥാപനമാണെങ്കിലും അല്ലെങ്കിൽ ഏത് ആപ്പിൻ്റെ ഓണർഷിപ്പ് ആണെങ്കിലും ഇന്നത്തെ കാലഘട്ടത്തിൽ, അതായത് ഡിജിറ്റൽ പേഴ്സണൽ ഡേറ്റ പ്രൊട്ടക്ഷൻ ആക്ട് ഒക്കെ ഇന്ത്യയിൽ വന്നു. അതേപോലെ തന്നെ GDPR റെഗുലേഷൻസ് ഇൻ്റർനാഷണലി ഒക്കെ കുറച്ച് കാലമായി വരുന്നു. നമുക്കാണ് ഏറ്റവും ഇപ്പോൾ അടുത്ത് വെച്ചിട്ട് നമ്മുടെ ഇന്ത്യയിലാണ് ആക്ട് അത് പ്രാബല്യത്തിൽ വന്നിട്ടുള്ളത്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്താ വെച്ചാൽ ഇത്തരം ആപ്പുകൾ കളക്ട് ചെയ്യുന്ന ഡേറ്റ അവരെങ്ങനെ യൂസ് ചെയ്യണം, എന്തൊക്കെ അതിനകത്ത് നിയമവ്യവസ്ഥകൾ അവർ പാലിക്കണം, എന്തൊക്കെ കംപ്ലയൻസസ് വേണം എന്നുള്ളതിനൊക്കെ കൃത്യമായ മാനദണ്ഡങ്ങളും രേഖകളും ഒക്കെ ഉണ്ട്. അതിൻ്റെ ഫൈനുകളും നമ്മളിപ്പോൾ 2027 മുതൽക്ക് അങ്ങോട്ട് തുടങ്ങും. അപ്പോൾ എല്ലാ സ്ഥാപനവും ആദ്യം ഇപ്പോൾ ഒരു സംരംഭം തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ എന്താ ആദ്യം ചെയ്യുന്നത്? ഇപ്പോൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഒരു വെബ്സൈറ്റ് തുടങ്ങും, ഒരു ആപ്പ് ചെയ്യും. ആ ആപ്പിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും അത് യൂസ് ചെയ്യാൻ പറ്റണം, അതിൻ്റെ മുകളിൽ നമുക്ക് ഡേറ്റയും കിട്ടണം. പക്ഷെ ആ ഡേറ്റ ഒരു സംരംഭകരെ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഞാൻ എന്തൊക്കെ ഡേറ്റ കളക്ട് ചെയ്യുന്നുണ്ട്, ആ കളക്ട് ചെയ്യുന്ന ഡേറ്റ ഞാൻ എന്തൊക്കെ കൈകാര്യം ചെയ്യണം, എന്തൊക്കെ കംപ്ലയൻസസ് ഉണ്ട്, എന്തൊക്കെ നിയമവ്യവസ്ഥകൾ ഞാൻ പാലിക്കണം, ഇല്ലെങ്കിൽ എനിക്ക് എന്തൊക്കെ പെനൽറ്റീസ്. നിസ്സാരമല്ല, 50 ലക്ഷം മുതൽക്ക് 250 കോടി വരെയാണ്. 2027 മെയ് വരെയാണ് ഇന്ത്യയിൽ നമുക്ക് സമയമുള്ളത് ഇതൊന്ന് കംപ്ലൈൻ്റ് ആവാൻ. എല്ലാ ഓർഗനൈസേഷനും കേട്ടോ, ഓരോ ഓർഗനൈസേഷന് ഇത്ര വലിപ്പം വേണം, ഇത്ര ആൾക്കാർ വേണം, വർക്കിംഗ് സ്റ്റാഫ് വേണം, അല്ലെങ്കിൽ ഇത്ര ടേൺ ഓവർ വേണം എന്നൊന്നുമില്ല. ഏത് സംരംഭമാണെങ്കിലും ഇത് ചെയ്യണം. അപ്പോൾ ഒറ്റയ്ക്ക് ഞാൻ നടത്തുന്ന ഒരു സംരംഭമാണെങ്കിലും ഞാനിതൊക്കെ പാലിക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യവസ്ഥിതി ഇപ്പോൾ ഉണ്ട്. സോ ഫ്രോം എ യൂസർ പോയിന്റ് പെർസ്പെക്റ്റീവ് അങ്ങനെ നിയമങ്ങൾ പാലിക്കാൻ ബാധ്യത ഉള്ള സ്ഥാപനങ്ങളാണ് ഇപ്പോൾ മാർക്കറ്റിൽ ആപ്പായിട്ടൊക്കെ വരണത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഒരിത്തിരി റൈറ്റും ഒരു സുരക്ഷിതത്വമൊക്കെ ഒരു യൂസറെ സംബന്ധിച്ചോളം ഫീൽ ചെയ്യാൻ പറ്റും. പക്ഷെ യൂസറിനെ സംബന്ധിച്ചോളം പാലിക്കേണ്ട ചില കാര്യങ്ങൾ, ചില എന്താ പറയുക, ചില അലേർട്ട് സിസ്റ്റംസ്, ചില ഡിസിപ്ലിൻസ് എന്ന് പറയും. ആ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ആവശ്യമുള്ള ആപ്പ് മാത്രം ഞാൻ ഡൗൺലോഡ് ചെയ്യുക, ആവശ്യം കഴിഞ്ഞാൽ അത് വേണ്ടാന്ന് വെക്കുക, അത് ഡിലീറ്റ് ചെയ്യാൻ. ഇപ്പം ഞാൻ ഇന്നൊരു ആപ്പ് ഞാൻ ഉപയോഗിക്കാൻ ഡൗൺലോഡ് ചെയ്തു, ഞാനൊരു മാസത്തോളം അത് യൂസ് ചെയ്തു, അത് കഴിയുമ്പോൾ എനിക്ക് ആവശ്യമില്ലാണ്ട് വരികയാണ്. എനിക്ക് റൈറ്റ് ഉണ്ട് ആ ആപ്പിൽ പോയിട്ട് പറയാൻ, എനിക്ക് എൻ്റെ ഡേറ്റ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഡിലീറ്റ് ചെയ്യണം, കാരണം ഐ ഡോണ്ട് വാണ്ട് ടു യൂസ് യുവർ ആപ്പ് എനിമോർ, സോ ഡിലീറ്റ് ഇറ്റ്. അത് ഡിലീറ്റ് ചെയ്തോ ഇല്ലയെന്ന് വേണമെങ്കിൽ എനിക്ക് അവരോട് വീണ്ടും എഴുതി ചോദിക്കാം. എനിക്ക് എൻ്റെ കയ്യിലേക്ക് നിയമം തന്നിട്ടുള്ള ചില അധികാരങ്ങളുണ്ട്, ചില ആ കാര്യങ്ങൾ റെസ്പോൺസിബിളായിട്ട് യൂസ് ചെയ്യണം. നേരെ മറിച്ച് ഇപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്തു, യൂസ് ചെയ്തു, അവരത് എൻ്റെ ഡേറ്റ മിസ്യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഒരു നിയമമുണ്ട് എന്നുള്ളത് നിലനിർത്തിക്കൊണ്ട് തന്നെ ഞാനത് വീണ്ടും 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 അതെൻ്റെ ഗാഡ്ജറ്റിൽ തന്നെ സൂക്ഷിച്ചു. ഞാനതിന് ഡിലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അത് വേണ്ടാന്ന് വെക്കാനോ ഒന്നുമുള്ളൊരു എന്താ പറഞ്ഞ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ എടുത്തിട്ടില്ല. യൂസർ ഇസ് റെസ്പോൺസിബിൾ. അപ്പോൾ യൂസേഴ്സ് ഫോളോ ചെയ്യേണ്ട ചില ഡേറ്റ ഹൈജീൻ, ചില ഡേറ്റ ഡിസിപ്ലിൻസ് ഉണ്ട്. അത് നമ്മൾ അതാ പറഞ്ഞത്, നമ്മളിതൊക്കെ ഒന്ന് പഠിക്കണം, ഒന്ന് പഠിച്ചിട്ട് വേണം ഇത് കൈകാര്യം എടുക്കുന്നതിന് മുന്നേ ഒന്ന് പഠിക്കണം. തീർച്ചയായിട്ടും വേണം. അപ്പോൾ അതുണ്ട്. രണ്ടാമത്തെ വശമാണ് നമ്മളൊരു സ്ഥാപനം കൈകാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ എന്തൊക്കെ ഫോളോ ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു റെഗുലേഷൻ. IT സെക്യൂരിറ്റി ഇപ്പോൾ ഒരു വലിയൊരു കൺസേൺ തന്നെയാണ്. പണ്ട് നമ്മൾ പൈസ എന്നൊക്കെ പറഞ്ഞിരുന്ന ഒരു കാര്യം, അതിനുശേഷം നമുക്ക് വന്നിരുന്നു ഫ്യോല, ഏറ്റവും വലിയ. ഇന്ന് ഇഫ് യു ആസ്ക് മീ, ഡേറ്റ ഇസ് എ ന്യൂ ഫ്യോൽ. തീർച്ചയായും. ഇപ്പം നമ്മളിപ്പം ഡേറ്റ കൊടുത്താണ് ഓരോ ആപ്പ് എടുക്കുന്നത്, അല്ലെങ്കിൽ ഓരോ വെബ്സൈറ്റ് കയറുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഡേറ്റ കൊടുക്കേണ്ടി വരും. ഇവരിത് മിസ്യൂസ് ചെയ്യുന്നുണ്ട് എന്നെങ്ങനെ നമുക്കറിയാൻ സാധിക്കും? എവിടെയെങ്കിലും അതാണ് ഒരു സൈബർ ക്രൈമിൻ്റെ ഏറ്റവും വലിയൊരു പ്രോബ്ലം. അതാണ് ആ ഇമ്പാക്റ്റ് നമ്മുടെ മുമ്പിൽ വരുന്നവരേക്കും നമ്മൾ അറിയില്ല. തീർച്ചയായും.
നമ്മളിപ്പോൾ വർഷങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആപ്പായിരിക്കാം, പക്ഷെ നമ്മൾ അറിയുന്നില്ല നമ്മുടെ ഡേറ്റ പോയോന്ന്. ഇപ്പോൾ നമ്മുടെ ഒരു ഫോട്ടോ തന്നെ, ഫോർ എക്സാമ്പിൾ നമ്മുടെ തന്നെ ഒരു ഫോട്ടോ നമ്മുടെ കയ്യിൽ നിന്ന് മിസ്പ്ലേസ് ആയി, ഡേറ്റയിൽ ഫോണിലുണ്ടായിരുന്നു. ആ ഫോട്ടോ നമ്മൾ തന്നെ ഒരു 10 പ്ലാറ്റ്ഫോമിലേക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും ഓൾറെഡി. ആ ഫോട്ടോ വേറെ എവിടെയെങ്കിലും കാലങ്ങൾക്ക് ശേഷമായിരിക്കും ചിലപ്പോൾ നമ്മുടെ മുമ്പിൽ വരുന്നത് മിസ്യൂസ് ചെയ്തപ്പെടും. അവിടെ നിന്നാണ് പിന്നെ തിരിച്ച് ഇത്രയും നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കാണുന്നവരേക്കും നമുക്കിതിൻ്റെ ഒരു മിസ്യൂസ് അറിയാൻ പറ്റില്ല. തീർച്ചയായും അതെങ്ങനെ പരിഹരിക്കാൻ സാധിക്കും നമുക്ക്? അതാണ് ഓപ്പർച്യൂണിറ്റീസ് കുറയ്ക്കുക, അതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓപ്പർച്യൂണിറ്റീസ് കുറച്ചിട്ട് ഇതൊന്നും നടക്കണില്ലേ എന്നാണ്. അപ്പോൾ തിരിച്ചും കൂടെ ഒരു ചോദ്യം എല്ലാവരും ചോദിക്കുന്നത് വെച്ചാൽ എത്രയോ നടക്കുന്നു. ഇന്നിപ്പോൾ എൻ്റെ ഒരു ഫോട്ടോ 10 സ്ഥലത്തിട്ടാലാണോ പ്രശ്നം? ഇത് ഇടാത്തവർക്ക് നടക്കുന്നില്ല? നടക്കുന്നുണ്ട്. ആക്സിഡൻസ് നടക്കാണ്ട് നമുക്ക് റോഡൊന്നും സംവിധാനം ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് ട്രാഫിക് ലൈറ്റ് പാലിക്കേണ്ട, ട്രാഫിക് നിയമം പാലിക്കേണ്ട, സീറ്റ് ബെൽറ്റോ ഹെൽമെറ്റോ വെക്കേണ്ട, റോഡും സംവിധാനവും വേണ്ട, സിഗ്നൽസ് ഇതൊന്നും വേണ്ടെന്ന് നമ്മൾ പറഞ്ഞതിൽ അർത്ഥമില്ലല്ലോ. ഇതൊക്കെ നമുക്ക് ആക്സിഡൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇല്ലാതാക്കാൻ പൂർണ്ണമായിട്ടും സാധിക്കില്ല എന്നുള്ളത് നമുക്കും അറിയാം, എല്ലാവർക്കും അറിയാം. അപ്പം ആ കുറയ്ക്കാൻ എന്തൊക്കെയാണ് വഴികൾ, നമ്മളെ ഇമ്പാക്റ്റ് ചെയ്യാൻ എത്രത്തോളം നമുക്ക് അതിൻ്റെ ഓപ്പർച്യൂണിറ്റി കുറയ്ക്കാൻ പറ്റുമെന്ന് മാത്രമേ നമ്മുടെ കൺട്രോളിലുള്ളൂ. മാം ഇപ്പോൾ 25 വർഷത്തോളമായി ഈ ഒരു മേഖലയിൽ വന്നിട്ട് ഏറ്റവും കൂടുതൽ മാമിൻ്റെ അടുത്ത് വന്നിരിക്കുന്നത് ഏത് ക്രൈം ആയിരിക്കും? സൈബർ ക്രൈമിൽ തന്നെ ഏതായിരിക്കും? എണ്ണത്തിൽ കൂടുതൽ നോക്കിക്കഴിഞ്ഞാൽ സൈബർ ക്രൈംസിന് നമുക്ക് റിപ്പോർട്ട് ചെയ്ത് വരെ സോഷ്യൽ ക്രൈംസാണ്. അതായത് നമ്മൾ ഇൻഡിവിജ്വൽസിനെ ബാധിക്കുന്നത്. ഫോട്ടോ ഉപയോഗിച്ചിട്ട് ബ്ലാക്ക്മെയിൽ ചെയ്യുക, ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പണം തട്ടിക്കുക, പിന്നെ റിലേഷൻഷിപ്പ് ഇഷ്യൂസ്, കുട്ടികളെ സംബന്ധിച്ചോളമുള്ള പ്രോബ്ലംസ്, ഇതൊക്കെയാണ് എണ്ണത്തിൽ കൂടുതൽ വരിക. പക്ഷേ ഇത് കോൾ സോഷ്യൽ ക്രൈംസ്. അപ്പോൾ ഒരൊറ്റ ആളുടെ ഇമ്പാക്റ്റ് എടുത്താൽ ചിലപ്പോൾ കുറച്ചായിരിക്കും, ചെറുതായിരിക്കും. ഇപ്പോൾ ഏറ്റവും വലിയ ഫിനാൻഷ്യൽ സ്കാം എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ഏറ്റവും കൂടുതൽ ഒരാൾക്ക് നഷ്ടപ്പെട്ടത് 25 crores ആണ്. ഒരാൾക്ക് 25 crores ആണ്. ഞാൻ ഏറ്റവും കൂടുതലാണ് പറയണേ, ഏറ്റവും കൂടുതൽ നഷ്ടപ്പെട്ടിട്ടുള്ളത് 25 crores ഒരാൾക്ക്. പക്ഷേ ഒരു ഫുൾ സ്കാം എടുത്ത് നോക്കിയാൽ അപ്പോൾ അതിൻ്റെ വലിപ്പം എന്തായിരിക്കും? തീർച്ചയായും. അപ്പോൾ അതൊരു ഓർഗനൈസേഷണൽ ഇമ്പാക്റ്റ് പറഞ്ഞ് നോക്കുമ്പോൾ അതിൻ്റെ വോള്യൂം ഇമ്പാക്റ്റ് കൂടുതലായിരിക്കും. പക്ഷേ എണ്ണത്തിൽ കൂടുതൽ സോഷ്യൽ ക്രൈംസ് ആയിരിക്കും. ഒരു ഇത്ര അധികം കേസുകൾ വരിക ഓരോ സോഷ്യൽ ഇഷ്യൂസ് തന്നെയാണ്. ഏറ്റവും കൂടുതലായിട്ട് നമ്പേഴ്സിൽ വെച്ച് നോക്കിയാൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് സ്ത്രീകളും കുട്ടികളുടെയും എഗൻസ്റ്റുള്ള ഇഷ്യൂസ് തന്നെയാണ്. അത് ഇത്തിരി സങ്കടകരമാണ്. ഇപ്പം നമ്മളിപ്പോൾ ഈ ഒരു സമൂഹത്തിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു ക്രൈം എന്ന് വെച്ചാൽ ലോൺ ആപ്പിൻ്റെ ഉപയോഗം ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഇവർ ആത്മഹത്യ ചെയ്യുന്നത് വരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിനെങ്ങനെ നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കും? ലോൺ ആപ്പ് ഇപ്പോഴല്ല കൂടിയത്. ആക്ച്വലി ലോൺ ആപ്പിൻ്റെ ഏറ്റവും വലിയൊരു ഇമ്പാക്റ്റ് ഞങ്ങൾ കണ്ടത് കോവിഡിൻ്റെ സമയത്താണ്. ഏറ്റവും കൂടുതൽ ഞങ്ങൾ കണ്ടത് കോവിഡിൻ്റെ സമയത്താണ്. 2000 രൂപ മുതൽക്ക് ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ എന്നിങ്ങോട്ട് കാണുമ്പോഴേക്കും ആൾക്കാർ ക്ലിക്ക് ചെയ്യാണ്. ഇത് ഈ സോഷ്യൽ പ്ലാറ്റ്ഫോംസിൽ പരസ്യം കാണുന്നു, ആ പരസ്യത്തിന്മേൽ പോയി ക്ലിക്ക് ചെയ്യുന്നു, അത് നേരെ വന്നിട്ട് ഒരു ചാറ്റ് പ്ലാറ്റ്ഫോമിലേക്ക് വരുന്നു, അവിടെ സംസാരം തുടങ്ങുന്നു, അവരൊരു ലിങ്ക് അയച്ചു തരുന്നു, ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുന്നു. ആ ലിങ്കിൽ അവരുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാന്നാണ് അവർ പറയുന്നത്. ആ ആപ്പ് ഡൗൺലോഡ് ആകുമ്പോൾ തന്നെ നിങ്ങളുടെ ഫോണ് അതിനകത്ത് കോംപ്രമൈസ്ഡ് ആവുന്നു. ആ ഫോൺ കോംപ്രമൈസ്ഡ് ആകുമ്പോൾ നിങ്ങളുടെ കോൺടാക്ട്സ്, നിങ്ങളുടെ ഗാലറി എല്ലാം അവരുടെ കയ്യിലാവുകയാണ്. അതിനുശേഷം അവർ നിങ്ങൾക്ക് ലോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് അയച്ചു തരുന്നു. ചിലപ്പോൾ 20,000 ലോൺ സാങ്ഷൻ എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ വരെ 2,000 ആയിരിക്കും. ആ 2,000 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ഇവർ പറയുന്നുണ്ടാവുക. നിങ്ങളങ്ങോട്ട് 20,000 തിരിച്ചടച്ചിട്ടും അവർ നിർത്തില്ല. അവിടേക്കാണ് ഈ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കോവിഡിൻ്റെ സമയത്ത് ഇത് തുടങ്ങിയപ്പോൾ തന്നെ വളരെയധികം നമ്പേഴ്സിൽ ഇമ്പാക്റ്റ് വന്നു തുടങ്ങിയപ്പോൾ തന്നെ RBI അതിനകത്തൊരു റെഗുലേഷൻ കൊണ്ടുവന്നു. ഒറ്റ ഫിനാൻഷ്യൽ ആപ്സും റെഗുലേറ്ററി കംപ്ലയൻസ് ഇല്ലാത്ത ഒരാൾക്ക് ഓൺലൈൻ ലോൺ കൊടുക്കാൻ പറ്റില്ല എന്നുള്ളത്. അപ്പോൾ റെഗുലേറ്ററി കംപ്ലയൻസ് ഉള്ള ഒരാൾക്ക് ആപ്പ് ഓൾറെഡി പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ ഉണ്ടാവും. അപ്പോൾ ലിങ്ക് അയച്ച് നിങ്ങൾ അവരുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, റെഗുലേറ്ററി കംപ്ലയൻസ് ഇല്ലാത്തൊരു ആപ്പ് ത്രൂ നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് നിയമപരിരക്ഷ കുറവ് തന്നെയാണ്. കാരണം റെഗുലേറ്ററി കംപ്ലയൻസ് ഉണ്ടെങ്കിൽ ഒരു സ്ഥാപനമുണ്ട്, അതിന് ഉടമസ്ഥരുണ്ട്, അതിൻ്റെ കാര്യങ്ങളുണ്ട്, അവരുടെ ഡേറ്റയും ഗവൺമെൻറ്റിൻ്റെ അടുത്ത് അവൈലബിൾ ആയിരിക്കും. ഇതിപ്പോൾ അങ്ങനെ ഒന്നുമില്ലല്ലോ. ഞാനിവിടുന്ന് ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു, അതിനകത്ത് കുറേ ഡേറ്റയ്ക്ക് ഞാൻ ട്രാൻസ്ഫർ ചെയ്യുന്നു, ഞാനൊരു ലിങ്ക് അയക്കുന്നു, ആ ലിങ്ക് വഴിയാണ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്നത്. ഞാൻ ആരാന്നറിയില്ല, എൻ്റെ സ്ഥാപനം എവിടെയാണെന്നറിയില്ല, എന്താണെന്നുള്ള ഒന്നും അറിയില്ല. എനിക്ക് എന്ത് കഥ വേണമെങ്കിൽ പറയാമല്ലോ.
തീർച്ചയായും. ഏതൊരു സിനിമയിൽ പറയുന്നുള്ളൂ 5 റിസർവ് ബാങ്ക് ഉണ്ട് സ്വന്തമായിട്ട്. അതേപോലത്തെ കഥയൊക്കെയാണ് വരാൻ പോണത്. അത് സത്യമാണേനും. കാരണം എന്താ വെച്ചാൽ ഇത്തരം പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ പറയുമ്പോൾ ലോൺ ആപ്പ് മാത്രമല്ല, ഡിജിറ്റൽ അറസ്റ്റിൻ്റെ സമയത്ത് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് സ്കാംസ് നടക്കുന്ന സമയത്തൊക്കെ പലപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ പൈസ ട്രാൻസ്ഫർ ചെയ്യൂ എന്ന് പറയുമ്പോൾ അക്കൗണ്ട് നെയിം RBI എന്നായിരിക്കും. RBI എന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യം എല്ലാവരുടെ മനസ്സിലെന്താ? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. RBI എന്നായിരിക്കും. RBI അതിനല്ല, രാജേഷെന്നോ ഭാസ്കറിനോ ഇന്ത്യന്നോ അല്ല, ഇന്ത്യ പോലും ആയിരിക്കില്ല, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അവിടെ RBIയുടെ ഫുൾ ഫോം അവർ കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ RBI സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. RBIക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ അക്കൗണ്ടിൻ്റെ ആവശ്യം എന്താ? അല്ലെങ്കിൽ RBI IDBI ബാങ്ക്, ഇതെന്തിനാ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ആ ചിന്തയൊക്കെ നമ്മളെ കളയുന്നത് ഇതിനകത്ത് വരുന്നൊരു ഫെമിലിയാരിറ്റി, നമ്മൾക്കൊരു അഡിക്ഷൻ കാരണം വരുന്നൊരു വിശ്വസനീയതയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് ഉണ്ടാവുക. ഇതിനകത്ത് ലോൺ ആപ്പിൽ നമുക്ക് സാധ്യതകൾ കുറയ്ക്കാൻ അല്ലെങ്കിൽ ഇഷ്യൂസ് കുറയ്ക്കാനുള്ള കാര്യം അവയർനെസ് ആണ്. എങ്ങനെയാണ് ഒരു ലോൺ ഫങ്ഷൻ ചെയ്യുക എന്നുള്ളത് നമ്മൾ വൃത്തിയായിട്ട് മനസ്സിലാക്കാം. ഫ്രീ ആയിട്ട് ഒരു സാധനവും ജീവിതത്തിൽ കിട്ടില്ല എന്നുള്ളതും ആദ്യത്തെ പാഠമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. ഈ ഫ്രീ എന്നുള്ളത് കേൾക്കുമ്പോൾ എന്തിനും ചാടി പുറപ്പെടുന്ന ആൾക്കാർ കൂടുതൽ തന്നെയാണ്. കോവിഡിൻ്റെ സമയത്ത് അതുകൊണ്ടാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രചാരം. ഒന്നാമത് എല്ലാവരും ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടിയിലേക്ക് പോയി പെട്ടെന്ന് ജോലികൾ ഇല്ലാണ്ടാവുക, പണം ഇല്ലാണ്ടാവുക, അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുകൾ ആ സമയത്ത് വന്നതാണ്. ഇപ്പം അതിൻ്റെ ഇമ്പാക്റ്റ് പുറത്ത് വരുന്നത് അൺഫോർച്ചുനേറ്റ്ലി ചില മരണങ്ങൾ സംഭവിക്കേണ്ടി വന്നു എന്നുള്ളതുകൊണ്ടാണ്. ഒരുപാട് ഇതിനും കൂടുതൽ ഇഷ്യൂസ് നടന്നിട്ടുണ്ട്. മരണം മാത്രമൊന്നുമല്ല, ഇതിലും കൂടുതൽ ഇഷ്യൂസ്, അറ്റംപ്റ്റ് ടു സൂയിസൈഡ്സ്, മാൻ മിസ്സിങ് കേസസ് ഒക്കെ ഇതിനു മുമ്പും നടന്നിട്ടുണ്ട്. ഒരു പ്രത്യേക ഒരു മരണം, ഒരു ആത്മഹത്യ നടന്നു എന്നുള്ളതിൻ്റെ ഒരു പേരിലാണ് ഇപ്പോൾ നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അത് വളരെ അൺഫോർച്ചുനേറ്റ് സിറ്റുവേഷനാണ്. ഞാൻ പലപ്പോഴും പല ഇൻ്റർവ്യൂസിലും പറയുന്ന ഒരു കാര്യം, നമ്മളെ കേൾക്കണമെങ്കിൽ നമ്മൾ മരിക്കണം എന്ന് പറയുന്നത് വലിയൊരു അൺഫോർച്ചുനേറ്റ് സിറ്റുവേഷനാണ്. അതുവരെ നമ്മൾ കേൾക്കപ്പെടുന്നില്ലേ എന്നുള്ള ഒരു കാര്യമാണ്. അതിൽ യാതൊരു എന്താ പറയുക, ഒരു എത്തിക്സ് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാ കാര്യങ്ങളും വിഷയങ്ങളായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നതിന് പകരം മരണങ്ങൾ മാത്രം ചർച്ച ചെയ്യപ്പെടുകയാണ്. തീർച്ചയായും വിഷയങ്ങളുണ്ട്. ഈ വിഷയം 2020 മുതൽക്കുണ്ട്. താലിമാല പോലും പണയം വെച്ച് ഈ ബ്ലാക്ക് മെയിലിന് കൊടുത്ത ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. 2000 ഉറുപ്പ്യ ലോൺ കിട്ടിയെന്നുള്ളതിൻ്റെ പേരിൽ മാനസിക സമനില തെറ്റിയിട്ടുള്ള ആൾക്കാർ ഇഷ്ടം പോലെയുണ്ട്. ഡിപ്രഷൻ എന്ന് പറയുന്നതിൻ്റെ അങ്ങേ അറ്റത്തെ ലെവലിലേക്ക് പോയി ജീവിതങ്ങൾ താറുമാറായി പോയ കഥകൾ ഇഷ്ടം പോലെയുണ്ട് നമ്മുടെ നാട്ടിൽ. അത് ഏത് സൊസൈറ്റിയിലാണെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പറയാനായിട്ട്. വളരെ അഗ്രികൾച്ചറലായിട്ട് നോക്കുന്ന അല്ലെങ്കിൽ BPL സൊസൈറ്റിയിൽ നിന്നാണോ അതോ ഭയങ്കര ഒരുപാട് സംരംഭകർ പോലും ഇതിനകത്ത് പെട്ടുപോയിട്ടുണ്ട്. കാരണം ഈ സമയത്ത് പണം ഇടപാടുകൾ നടത്താൻ ഒരു നിവൃത്തിയില്ലാണ്ട് വരുമ്പോൾ റോളിങ്ങിനെങ്കിലും കിട്ടുമോ പണം എന്ന് നോക്കിപ്പോയവരും ഉണ്ട് ഇതിനകത്ത്. സോ ഇതിൻ്റെ ഒരൊറ്റ കാര്യമുള്ളൂ, നമ്മൾ അറിഞ്ഞ് മാത്രം കൈകാര്യം ചെയ്യുക. എന്തെങ്കിലും ഒരു ഇഷ്യൂ പെട്ടുപോയി എന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു ഇഷ്യൂ നമുക്ക് മനസ്സിലായ ആ നിമിഷം തന്നെ റിപ്പോർട്ട് ചെയ്യും. അതിന് പിന്നെയും സഹിച്ചുകൊണ്ടിരിക്കരുത്, പണം കൊടുത്തുകൊണ്ടേ ഇരിക്കരുത്, ബ്ലാക്ക് മെയിലിന് നമ്മൾ സക്കം ചെയ്യരുത്. നമ്മളപ്പോൾ തന്നെ റിപ്പോർട്ട് ചെയ്യാനൊക്കെ സംവിധാനങ്ങളും നമുക്കിപ്പോൾ ഉണ്ട്. ഗവൺമെൻറ് സംവിധാനങ്ങൾ തന്നെ ധാരാളം ഉണ്ട്. 1930 വിളിച്ച് പറയുക, cybercrime.gov.in പറയുക, റിപ്പോർട്ട് ചെയ്യുക, നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി പറയുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക. നാളേക്ക് വെക്കാതിരിക്കുക. ഇപ്പം നമുക്ക് ഇങ്ങനെ ഒരു സാഹചര്യം വന്നു, നമ്മളെ എടുത്തു പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഒന്ന്, ഈ കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടായ ഒരു കാര്യവും നമ്മൾ ഡിലീറ്റ് ചെയ്യരുത്. എല്ലാം സേവ് ചെയ്യണം. ആ ആപ്പ് പരമാവധി ആ ആപ്പിൻ്റെ ഒരു ലിങ്ക് അടക്കം നമ്മൾ സേവ് ചെയ്ത് വെക്കണം. ബ്ലാക്ക് മെയിൽ ടെക്നീക്സ്, കോൾസൊക്കെ വരുന്നുണ്ട് അല്ലെങ്കിൽ മെസ്സേജസ് വരുന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ സ്ക്രീൻഷോട്ട് അടക്കം എടുത്ത് വെച്ച് സേവ് ചെയ്യാം. റിപ്പോർട്ട് ചെയ്യാം. അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാം. നിങ്ങളെവിടെയാണോ ഉള്ളത്, നിങ്ങളെപ്പോഴാണോ ആദ്യമായിട്ട് ഇത് റിയലൈസ് ചെയ്യണേ ആ സമയത്ത് നിങ്ങൾ ഏത് പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലാണോ ഉള്ളത് അവിടെ പോയിട്ട് നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാം. 1930 വിളിച്ച് റിപ്പോർട്ട് ചെയ്യാം. അതല്ല തന്നെ cybercrime.gov.in റിപ്പോർട്ട് ചെയ്യാം. ഇത്തരം കാര്യങ്ങളിൽ നിങ്ങൾക്ക് അനോണിമസ് ആയിട്ടും റിപ്പോർട്ട് ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ പേരൊന്നും പുറത്ത് വരരുത് എന്നുണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് റിപ്പോർട്ട് ചെയ്യാം. അതിനുമുള്ള പ്രൊവിഷൻ ഉണ്ട് ഈ ബ്ലാക്ക് മെയിലിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത്. അപ്പോൾ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു സംവിധാനം. ഇപ്പം ലോൺ ആപ്പ് വഴി മാത്രമൊന്നുമല്ല, ഇപ്പോൾ പൈസ പോകുന്ന ഒരുപാട് ആപ്പുകളുണ്ട്. മറ്റെന്തൊക്കെ രീതിയിലാണ് നമ്മുടെ കയ്യിൽ നിന്ന് ഇപ്പം പൈസ പോകുന്നത്, നമ്മളൊരു ബ്ലാക്ക് മെയിലിന് ഇരയാകുന്നതൊക്കെ മറ്റെന്തൊക്കെ രീതിയിലാണ്?
ഇപ്പം പലപ്പോഴും ഓൺലൈൻ ഗെയിംസ് വരെയും ഈ ഇഷ്യൂസ് വരുന്നുണ്ട്. അപ്പം നമ്മൾ എഗെയിൻ ചർച്ച ചെയ്ത് വരുമ്പോൾ കുട്ടികളുടെ അടുത്ത് ഈ ഓൺലൈൻ ഗെയിംസിൻ്റെ ഒരു ഇമ്പാക്റ്റ് വരുന്ന സമയത്ത് നമ്മൾ സ്ഥിരമായിട്ട് പറയുന്ന ഒരു കാര്യം, കുട്ടികളുടെ ബിഹേവിയറൽ ചേഞ്ചസ് ഉണ്ടാവും, അഡിക്ഷൻ കാര്യങ്ങൾ വരുന്നുണ്ട്, അവർ പഠിക്കില്ല, അല്ലെങ്കിൽ അവർ എന്താ പറയുക ഒരുപാട് ശുണ്ടി എടുക്കുന്നു, 16 മണിക്കൂറും 20 മണിക്കൂറും ഒക്കെ സിസ്റ്റത്തിൻ്റെ മുകളിൽ ചിലവാക്കുന്നു. എഗെയിൻ ആ ഒരു നമ്പർ വളരെ ജാസ്തിയാണ്. പക്ഷേ അതിനും ചർച്ച ചെയ്യപ്പെടുന്നില്ല ഇനഫ് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. വേണ്ടവണ്ണം ആ ഒരു കാര്യത്തിനെ പറ്റി ചർച്ച ചെയ്യപ്പെടുന്നില്ല. ആ ചർച്ചകൾ ഒന്നും ഒരു പ്രൊഡക്റ്റീവ് കാര്യത്തിൽ അതിനൊരു റെസ്പോൺസിബിലിറ്റിയും ആരും എടുക്കുന്നില്ല. ഇനി ഈ കുട്ടികളുടെ രക്ഷകർത്താക്കളാണെങ്കിലും ഇല്ല, സ്കൂളുകളാണെങ്കിലും ഇല്ല, എഡ്യൂക്കേഷണൽ ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിലും ഇല്ല. ഒരു ക്ലാസ് ഒരു 30 മിനിറ്റിൻ്റെ ഒരു ക്ലാസ് അല്ലെങ്കിൽ ഒരു മണിക്കൂറിന് ആരെങ്കിലും ഒന്ന് വിളിച്ചിട്ട് സ്കൂളിന് മൊത്തമായിട്ടൊരു ക്ലാസ് എടുത്ത് അവരുടെ ഉത്തരവാദിത്തം കഴിഞ്ഞു എന്നുള്ളതാണ്. നന്നായ കുട്ടികളും ഇല്ല. ആ ക്ലാസ് എടുത്തിട്ട് നന്നാവുക എന്ന് പറയുന്ന ഒരു കാര്യം ഇല്ല. കാരണം പലപ്പോഴും എന്നെ വിളിച്ച് ക്ലാസ് എടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ കതിരി കൊണ്ട് വളം വെക്കുന്ന പോലെയാണത്. ഓൾറെഡി ഇവരെ ഇങ്ങനെ ഒരു സ്ട്രക്ചറിലായി കഴിഞ്ഞു. 3 വയസ്സ് വരെ 15 മിനിറ്റ് പോലും പാടില്ല ഡിജിറ്റൽ ടൈം എന്ന് പറയുന്ന ഒരു റെക്കമെൻഡേഷനാണ് പീഡിയാട്രിഷ്യൻ അസോസിയേഷൻ, ഇൻ്റർനാഷണൽ പീഡിയാട്രിഷ്യൻ അസോസിയേഷൻ കൊണ്ടുവന്നിട്ടുള്ളത്. ഒരു കുട്ടിയെ കാണിച്ചു തരും 3 വയസ്സിന് താഴെയുള്ളവർ ഡിജിറ്റൽ സ്പേസ് ഇല്ലാത്തത്. അവർ എടുത്ത വഴിക്ക് നമ്മൾ തർക്കിക്കാൻ വരിക എന്താ വെച്ചാൽ അവർ കളിക്കുന്നില്ല, അവർ വീഡിയോസേ കാണുന്നുള്ളൂ. നഴ്സറി റൈംസ് പഠിച്ചോട്ടെ, അവർ ABCD പഠിക്കുന്നത് ഓൺലൈൻ കണ്ടിട്ടാണ്, അപ്പോൾ അതേ കാണുന്നുള്ളൂ. ഭക്ഷണം കഴിക്കുമ്പോൾ മാത്രമേ ഞാൻ കൊടുക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ഉറങ്ങാൻ വേണ്ടി മാത്രമേ കൊടുക്കുന്നുള്ളൂ, അല്ലെങ്കിൽ പാട്ട് മാത്രമേ കേൾക്കുന്നുള്ളൂ. ഇങ്ങനെ കുറേ തർക്കങ്ങളാണ്. അഡിക്ഷൻ എന്ന് പറയുന്നത് ഡിജിറ്റൽ സ്പേസിനാണ്. അതെങ്ങനെ വേണമെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ ഡിജിറ്റൽ അഡിക്ഷൻ ഇല്ലാത്ത ഒരു കുട്ടിയെ കാണാൻ വളരെ റെയറാണ്. തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനത്തെ ഒരു റെയറിറ്റി ആയിട്ട് ഓൾറെഡി അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് നമ്മൾ. ഒരു 10-13 കൊല്ലത്തെ ഒരു അഡിക്ഷൻ ഓൾറെഡി ആയ കമ്മ്യൂണിറ്റിയാണ് ഞങ്ങളെ പോലത്തെ ആൾക്കാർ 1 മണിക്കൂർ കൊണ്ട് അഡ്രസ്സ് ചെയ്ത് തിരുത്താൻ നോക്കുന്നത്. നോട്ട് പോസിബിൾ. ആകെ എന്താ വെച്ചാൽ അതിനകത്തൊരു 5-10% ആൾക്കാർ കുറച്ച് അവെയറായിട്ട് വേണമെങ്കിൽ സ്വയം തിരുത്താൻ ശ്രമിച്ചോട്ടെ എന്ന് വരുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. വിച്ച് വി സി. അതിനൊരു തീരെ ഇമ്പാക്റ്റ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ചില കുട്ടികൾ അങ്ങനെ ക്ലാസ് കഴിഞ്ഞാൽ തിരിച്ച് വിളിക്കാറുണ്ട് ഞങ്ങളെ, തിരിച്ച് ഞങ്ങളുടെ അടുത്ത് മെയിൽ അയക്കാറുണ്ട്. എനിക്ക് സോഷ്യൽ മീഡിയയിലും DMs വരും, എനിക്കിതൊന്ന് പുറത്ത് വരണം, ഞങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്നൊക്കെ ചോദിച്ചിട്ട്. എണ്ണത്തിൽ വളരെ കുറവാണ് കേട്ടോ. 200 കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ 2-3 പേരാണ് എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചിട്ട് വിളിക്കാറുള്ളത്. അതും ഭയങ്കര എൻകറേജിങ് ആണ്. കാരണം എന്താ വെച്ചാൽ അങ്ങനെ ഒരു കുട്ടി ചിന്തിച്ചാൽ ആ കുട്ടിയുടെ ചുറ്റുമുള്ളവരും ചിന്തിച്ചേക്കാം എന്നൊരു താരയാണ് നമ്മൾ ചിന്തിക്കാറുള്ളത്. അപ്പോൾ ഡെഫിനറ്റ്ലി ഈ ഓൺലൈൻ ഗെയിംസ് മുഖേനയും ഇത്തരം കാര്യങ്ങൾ ധാരാളം നടക്കുന്നുണ്ട്. അവിടെ ഒരു പണം പോവുക എന്ന് പറയുന്ന ഒരു കാര്യത്തിൻ്റെ എണ്ണത്തിൽ കുറവാണ്. കാരണം കുട്ടികൾക്ക് ഇപ്പോഴും അങ്ങനെ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം വന്നു തുടങ്ങിയിട്ടില്ല. തീർച്ചയായിട്ടും വന്നിട്ടില്ല. പക്ഷേ എന്നോട് ചോദിച്ചാൽ പേരൻസിൻ്റെ ഗാഡ്ജറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് ഈ കുട്ടികൾ കളിക്കണതെന്ന് പറയുമ്പോൾ ആ കുട്ടികളുടെ ഈ പണമിടപാട് നടത്തുന്നത് പേരൻസിൻ്റെ ബാങ്ക് അക്കൗണ്ട് വെച്ചിട്ടാണ്. ഇപ്പം ഞങ്ങളുടെ അടുത്ത് പലരും കേസ് മുതിർന്നവർ തന്നെ വന്നിരുന്നിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കുന്ന, എൻ്റെ ബാങ്കിൽ നിന്ന് ഇങ്ങനെ ഇത്രയും പൈസ പോയി, അതിന് ഞങ്ങൾക്ക് മെസ്സേജ് വന്നിട്ടില്ല, അപ്പോൾ ബാങ്കാണ് ഉത്തരവാദി എന്ന് പറയും. അത് നമ്മൾ ഡീറ്റെയിൽസ് എടുക്കുമ്പോൾ ബാങ്കിൻ്റെ മെസ്സേജ് ഉണ്ടാവും, മെസ്സേജ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അടുത്തൊക്കെ അവർ പറഞ്ഞാൽ എൻ്റെ ഫോൺ ഹാക്ക് ചെയ്തു, ഞങ്ങളുടെ ഫോൺ ഹാക്ക് ചെയ്തിട്ടുണ്ട്, ഞങ്ങളുടെ ഫോൺ ആരൊക്കെയോ കയറിയിട്ടുണ്ട്, ഒന്ന് നിങ്ങൾ നോക്കി തരണം. ഞങ്ങളുടെ ആദ്യത്തെ മറുചോദ്യം എന്താ വെച്ചാൽ വീട്ടിൽ കുട്ടികളുണ്ടോ എന്നാണ്. ഭയങ്കര ക്രൂവലായിട്ടാണെന്ന് തോന്നും. ഇതെന്താ അപ്പോൾ ഡിഫെൻസീവാണ്. ഞങ്ങളുടെ മക്കളൊന്നും ചെയ്യില്ല, എൻ്റെ മക്കൾ അത് 10 മിനിറ്റിനകത്തേക്ക് എടുക്കുള്ളൂ, എൻ്റെ മക്കൾ ആകെ പുറത്തേക്കേ ഇറങ്ങില്ല, 4 ആളോട് സംസാരിക്കേ ഇല്ല. പ്രശ്നമാണ്. പുറത്തേക്ക് ഇറങ്ങണം കുട്ടികൾ, അത്യാവശ്യം വികൃതികൾ കാണിക്കണം. അവർക്ക് ഈ പറയുന്ന വികൃതി കാണിക്കാനുള്ള എനർജി മുഴുവനും സൈബർ സ്പേസിലേക്ക് കൊടുക്കുമ്പോൾ അവർക്ക് വാർണിങ്സ് ഇല്ലാത്തൊരു സ്ഥലമാണ്. ഒട്ടും വാർണിങ്സ് ഇല്ലാത്തൊരു സ്ഥലമാണ്. അവരാണ് അവിടുത്തെ രാജാക്കന്മാർ. അവർക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്. ഞങ്ങളുടെ അടുത്ത് വന്നിട്ടുള്ള കേസിൽ ഭൂരിഭാഗം കേസുകളിലും കുട്ടികൾ തന്നെ കളിക്കും, കുട്ടികൾ തന്നെ ഈ പണം ആക്കും. SMS-ഓ OTP വരണതൊക്കെ ഇവർ തന്നെ ഷെയർ ചെയ്യും, SMS ഒക്കെ ഡിലീറ്റ് ചെയ്യും. എന്നിട്ട് പേരൻസിന് ഈ ഗാഡ്ജറ്റ് തിരിച്ചു കൊടുക്കും. തിരിച്ച് പേരൻസ് പിറ്റേ ദിവസമോ അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ടോ എപ്പോഴാണോ ആ ബാങ്കിലേക്ക് പോണത് ഒരാവശ്യത്തിന്, അപ്പം മാത്രമാണ് റിയലൈസ് ചെയ്യണേ പൈസ പോയിട്ടുണ്ട് എന്നുള്ളത്. അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇനി ആ ഭാഗത്തേക്കും കൂടി ഒരു ആത്മഹത്യ നടന്നിട്ട് വേണം ചർച്ച ചെയ്യാൻ എന്നുള്ളത് അത് ബുദ്ധിമുട്ട് തന്നെയാണ്. അതിന് മുമ്പേ കുട്ടികളുടെ കാര്യത്തിൽ കുറച്ചൊക്കെ ഒരു ഓണർഷിപ്പ് എടുത്താൽ ആരെങ്കിലുമൊക്കെ. അപ്പോൾ ഏറ്റവും കൂടുതൽ അപ്പോൾ അവെയർ ആവേണ്ട മാതാപിതാക്കളല്ലേ? തീർച്ചയായിട്ടും 100%. കാരണം കുട്ടികളെ സംബന്ധിച്ചോളം ജനിക്കുമ്പോൾ ഒരു കുട്ടിയും വിശക്കണേനും വേദനിക്കണേനും അല്ലാതെ കരയാറില്ല. ആരും മൊബൈൽ ചോദിച്ചിട്ടോ ഇൻ്റർനെറ്റ് ചോദിച്ചിട്ടോ കരയില്ല ഒരു കുട്ടി. വിശക്കണു അല്ലെങ്കിൽ വേദനിക്കണു, ഇതിന് രണ്ടിനാണ് കുട്ടി കരയുക.
അപ്പം അത് അറ്റൻഡ് ചെയ്തിട്ട് ഓരോ പ്രായത്തിലും കൊടുക്കേണ്ടതും ചെയ്യേണ്ടതും മാത്രം കൊടുത്ത് ജനിച്ച വഴിക്ക് ഈ ഡിജിറ്റൽ സ്പേസ് കൊടുക്കുന്നത് മാതാപിതാക്കളാണ്, ഓർ ഗാർഡിയൻസ്. മാതാപിതാക്കൾ എന്ന് പറയുമ്പോൾ അതും ഒരു പ്രശ്നമാണ്. കാരണം പേരൻസ് മാത്രമല്ല, ഗ്രാൻഡ് പേരൻസും ഇതിനകത്ത് റെസ്പോൺസിബിലിറ്റി. കൊച്ചുമക്കൾക്ക് അറിയാണ്ടിരിക്കാൻ ശ്രമിക്കുകയാണ് അവർ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. അതെ അതെ അതെ, തീർച്ചയായിട്ടും. കാരണം ഭയങ്കര പ്രൗഡാണ്. ഇപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറയാറുണ്ട് പലപ്പോഴും, ഇത് എൻ്റെ ഗ്രാൻഡ് ഡോട്ടർ അല്ലെങ്കിൽ എൻ്റെ ഗ്രാൻഡ് സൺ നിൻ്റെ വഴിക്ക് വരാനാണ്. അപ്പോൾ എൻ്റെ വഴിക്ക് എന്ന് പറയുമ്പോൾ ഞാൻ കമ്പ്യൂട്ടറിൽ എന്തൊക്കെയോ ചെയ്തിട്ടാണ് ആയിട്ടുള്ളതെന്ന് മാത്രമേ അവരും ചിന്തിക്കുന്നുള്ളൂ. അപ്പോൾ എൻ്റെ കൊച്ചുമോനും കൊച്ചുമോളും നിൻ്റെ പിന്നാലെ കമ്പ്യൂട്ടർ പഠിക്കുന്നു. അവരിത്രയും ഡിജിറ്റലി അവെയറാണ്, ഒരു സംശയമില്ല. ഭയങ്കര പ്രൗഡാണ് ഗ്രാൻഡ് പേരൻസ്. പ്രൗഡ് ആവണേലും തെറ്റില്ല. കാരണം എന്താ വെച്ചാൽ അപ്പോഴും എൻ്റെ ഒരു ഡിബേറ്റ് എന്താ വെച്ചാൽ, കുട്ടികളൊക്കെ ഭയങ്കര ഐക്യമാണ്, ഇപ്പോഴത്തെ കുട്ടികൾ ഭയങ്കര ഐക്യമാണ്. അതിനെനിക്ക് എല്ലാ കുട്ടികളും എല്ലാ ജനറേഷനിലും ഇൻ്റലിജൻ്റ് ആണ്. അവരുടെ ഇൻ്റലിജൻസ് അവർക്ക് കിട്ടുന്ന എക്സ്പോഷറിലാണ്. ഇപ്പോൾ അവർക്ക് കിട്ടുന്ന എക്സ്പോഷർ ഡിജിറ്റലാണ്. നമ്മളെപ്പോലെ കിട്ടിയിട്ടുള്ള ഒരു എക്സ്പോഷർ അവർക്കില്ല. നമ്മുടെ മുൻതലമുറക്കാർക്ക് കിട്ടിയ എക്സ്പോഷർ അല്ല നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കിട്ടുന്ന എക്സ്പോഷർ അനുസരിച്ച് അവരുടെ റിയാക്ഷൻസും അവരുടെ ഇൻ്റലിജൻസും ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കുന്നു മാത്രമേ ഉള്ളൂ. ഐ ഡോണ്ട് തിങ്ക് പെർസെൻറ്റേജിൽ വ്യത്യാസം ഉണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ അതിനകത്ത് എക്സ്പേർട്ട് അല്ല പറയാനായിട്ട്. ബട്ട് സ്റ്റിൽ വാട്ട് ഐ ഫീൽ ഇസ് ദാറ്റ് അവരുടെ ഒരു റിയാക്ഷനാണ്, അവരുടെ അവൈലബിൾ റിസോഴ്സസിനോടുള്ളൊരു പ്രൊആക്റ്റീവ്നെസ്സാണ്. ഇപ്പം നമുക്കിപ്പോൾ ഫ്രീ ആയിട്ട് ഒരു സാധനവും കിട്ടില്ല എന്ന് പറഞ്ഞു, പക്ഷെ നമ്മൾ ഇപ്പോൾ ഫ്രീ വൈഫൈസ് ഉപയോഗിക്കാറുണ്ട്. അത് നമുക്ക് എത്രത്തോളം ദോഷകരമായി ബാധിക്കുന്ന ഒരു കാര്യമാണ്? ഒട്ടും സേഫ് അല്ലാത്തൊരു കാര്യമാണ് ഈ ഫ്രീ വൈഫൈ. കാരണം ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷനാണെങ്കിലും ക്രൈംസിനാണെങ്കിലും ഞങ്ങൾ ടെക്നോളജിയൊക്കെ യൂസ് ചെയ്യും ഒരേപോലെ തന്നെയാണ്. അപ്പോൾ ഫ്രീ വൈഫൈയിലേക്ക് ലോഗ് ചെയ്തിട്ടുള്ള ഒരാൾ അതേ ഫ്രീ വൈഫൈയിൽ ഒരു ക്രിമിനൽ, ഒരു റോഗ് കയറി ഇരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളുടെ ഗാഡ്ജറ്റിലേക്ക് കയറാം. അപ്പം യു ആർ ഗിവിങ് എൻ ഓപ്പർച്യൂണിറ്റി. നിങ്ങൾ അതിനകത്ത് എക്സ്പോസ് ചെയ്ത ഒരു 2 മിനിറ്റിനുള്ളിൽ എനിക്ക് നിങ്ങളുടെ ഡേറ്റ മുഴുവൻ എടുക്കാൻ പറ്റുന്ന ടെക്നോളജി എൻ്റെ കയ്യിലുണ്ട്. നിങ്ങളും അതേ ഫ്രീ വൈഫൈയിൽ, ഞാനും ഒരു ഫ്രീ വൈഫൈയിൽ, ഞാൻ ക്രിമിനലാണ്. നിങ്ങൾ കയറി അതേ വൈഫൈയിൽ ഞാനിരുന്നിട്ട് നിങ്ങളുടെ ഡേറ്റ മുഴുവൻ 2 മിനിറ്റിനുള്ളിൽ എടുത്തു. നിങ്ങൾ അവിടെ നിന്ന് ലോഗ് ഔട്ട് ചെയ്തു, അല്ലെങ്കിൽ ആ ഫ്രീ വൈഫൈയിൽ നിന്ന് പോയി വേറെ ഫ്രീ വൈഫൈ, നിങ്ങൾ വേറെ ഇതിലേക്ക് പോയി, എനിക്ക് അപ്പോഴും നിങ്ങളുടെ ഡേറ്റ മുഴുവൻ കയ്യിലിരിക്കുക, യൂസ് ചെയ്യാം. ഇപ്പം ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന വൈഫൈസ് ഉണ്ടല്ലോ, ഇപ്പം മെട്രോയിലൊക്കെ ആണെങ്കിലും ഫ്രീ വൈഫൈസ് ഉണ്ട്, അതൊക്കെ ഉപയോഗിക്കുമ്പോഴും ഇങ്ങനെ തന്നെ? എല്ലാം ഏത് ഫ്രീ വൈഫൈ ആണെങ്കിലും ഒരേപോലെ തന്നെയാണ്. ഒരേപോലെ. മറ്റൊരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ഗൂഗിൾ ഉപയോഗിച്ചു, ക്രോം ഉപയോഗിക്കുന്നു, എന്നിട്ട് കുട്ടികളായാലും വലിയവരായാലും ഇപ്പം ഒരുപാട് കാര്യങ്ങൾ സെർച്ച് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്ത് കളയുന്ന ഒരു ഇതുണ്ട്, ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്ത് കളയും. പക്ഷെ ഹിസ്റ്ററി ശരിക്കും അവിടെ നിന്ന് പോകണുണ്ടോ? അവിടുന്ന് പോകണമെന്ന് വെച്ചാൽ നിങ്ങളുടെ കാഴ്ചയിൽ പോകുന്നുണ്ട്, അത്രയേ ഉള്ളൂ. ദിസ് ക്യാൻ ബി റിട്രീവ്ഡ് ലീഗലി. ഇതിന് നമുക്ക് റിട്രീവ് ചെയ്യാൻ പറ്റുന്നതിനെക്കാട്ടിലും മേലെയുള്ള ഡേറ്റ റിട്രീവ് ചെയ്യാൻ പറ്റും. അതെ, നമുക്ക് ഇതെല്ലാം തിരിച്ചെടുക്കാൻ പറ്റും. ഏറ്റവും കൂടുതൽ വരുന്ന മറ്റൊരു ക്രൈം എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ ഫോട്ടോസ് മിസ്യൂസ് ചെയ്യുക. കുട്ടികളുടെ ഇടയിലും യുവാക്കളുടെ ഇടയിലും ഒക്കെ മെയിനായിട്ട് കണ്ടുവരുന്ന ആ ഒരു കാര്യമാണ്. പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എങ്കിൽ നമ്മൾ എന്താണ് പെട്ടെന്ന് ചെയ്യേണ്ടത്? ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമ്മുടെ ഒരു ഡേറ്റ, അത് ഫോട്ടോ ആണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും, നമ്മുടെ ഒരു ഡേറ്റ, പേഴ്സണൽ ഇൻഫർമേഷൻ മിസ്യൂസ് ചെയ്തതായിട്ട് നമ്മുടെ അറിവിൽ വന്നാൽ ആ അറിവിൽ വന്ന സാഹചര്യത്തിനെ നമ്മൾ സേവ് ചെയ്യണം. കാരണം അതാണ് നമ്മുടെ സ്റ്റാർട്ട് പോയിന്റ്. ആ പറയുന്ന സ്പേസിൽ നിന്ന് മാത്രമേ നമുക്കൊരു റിവേഴ്സ് ഗിയർ ഇട്ടിട്ട് ഇങ്ങനെ പോകാൻ പറ്റുള്ളൂ. അതാണ് നമ്മുടെ സ്റ്റാർട്ട് പോയിന്റ്. അപ്പോൾ അത് നമ്മൾ സേവ് ചെയ്യണം. അത് കണ്ട് പാനിക്കായി അവിടെ മുതൽക്ക് എല്ലാം ഡിലീഷൻ, പിന്നെ കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ ഡിലീറ്റ് ആവുക, അതിൻ്റെ പേരിലുണ്ടാവുന്ന ബ്ലാക്ക് മെയിൽ അല്ലെങ്കിൽ മറ്റ് മെസ്സേജുകളൊക്കെ ഡിലീറ്റ് ആവുക. ചില കസ്റ്റമേഴ്സ് ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് അവർ ഫോൺ തന്നെ മാറ്റിയിട്ടുണ്ടാവും. മാറ്റിയിട്ട് 1 കൊല്ലം കഴിഞ്ഞിട്ടാണ് പിന്നെയും ഇത് സർഫസ് ചെയ്ത് വരിക. അപ്പോൾ പഴയ ഫോൺ മുതൽക്ക് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. അതേപോലെ സിമ്മ് മാറ്റുക, നമ്പർ മാറ്റുക, ഇതൊന്നും ചെയ്യരുത്. ഇതെല്ലാം എവിഡൻസ് ആണ്, പീസ് ഓഫ് എവിഡൻസ് ആണ്. എല്ലാം നമ്മൾ സൂക്ഷിച്ച് തന്നെ വെക്കണം. ഇപ്പം ഒരു ഫോട്ടോ ഇങ്ങനെ മിസ്യൂസ് ആയി എന്ന് കരുതുക, അതിപ്പം ഒരുപാട് പ്രചരിച്ചു കഴിയുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് വരെ പാനിക്കാകുക എന്ന് തന്നെയാണ്, നമ്മൾ വേറെ ഒന്നും ചിന്തിക്കില്ലല്ലോ. അപ്പം ഇങ്ങനെ ഇത്രത്തോളം സമൂഹത്തിൻ്റെ ഇടയ്ക്ക് ഈ ഫോട്ടോ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താണ് ചെയ്യുക? അല്ല, ഇതിനകത്ത് ആ ഫോട്ടോ മാറ്റാൻ പറ്റുന്ന സംവിധാനമൊക്കെ ഇപ്പോൾ കുറേയൊക്കെ വന്നിട്ടുണ്ട്. ഒരു ചാലഞ്ച് അതിനകത്ത് എന്താണെന്നുണ്ടെങ്കിൽ, നമുക്ക് നമ്മുടെ പോലീസിന് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു ജൂറിസ്ഡിക്ഷൻ ഇന്ത്യ ആയിട്ട് കംപ്ലൈൻ്റ് ആയിട്ടുള്ള രാജ്യങ്ങളിലടക്കം ഹോസ്റ്റ് ചെയ്തിട്ടുള്ള സെർവേഴ്സിൽ നിന്ന് നമുക്ക് മാറ്റാൻ പറ്റും. ഇന്ത്യൻ സെർവേഴ്സിൽ നിന്ന് മാറ്റാൻ പറ്റും. അപ്പോൾ അത്തരം നോട്ടീസസൊക്കെ വെച്ചിട്ട് പോലീസിന് പല ഡേറ്റയൊക്കെ ഡിലീറ്റ് ചെയ്യാം. അങ്ങനത്തെ ഡിലീഷൻ പോലീസിന് ആധികാരികമായിട്ട് ചെയ്യാം.
മറ്റ് ആൾക്കാർക്കും അത് ചെയ്യാം. പക്ഷെ അവിടെ പ്രോബ്ലം എന്താണെന്നുണ്ടെങ്കിൽ ഈ കംപ്ലൈൻ്റ് അല്ലാത്തൊരു രാജ്യത്തെ സെർവറിലാണ് ഈ പറയുന്നത് ഡേറ്റ ഹോസ്റ്റ് ചെയ്തിട്ടുള്ളത്, ഈ മോർഫ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഈ വൃത്തികെട്ട രീതിയിലേക്ക് മാറ്റിയിട്ടുള്ള ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അത് താഴത്തേക്ക് എടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ചാലഞ്ച് ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ റിപ്പോർട്ട് ചെയ്യുക, മാക്സിമം ഡേറ്റ പുൾ ഡൗൺ ചെയ്യുക. അപ്പോൾ ഞാൻ എല്ലാവരും ഇപ്പോൾ യങ്സ്റ്റേഴ്സിനോടൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കാണാനോ കേൾക്കാനോ ഇഷ്ടമല്ലാത്തൊരു രീതി, നാളെ നിങ്ങളെ തന്നെ കാണാനോ കേൾക്കാനോ ഇഷ്ടമല്ലാത്തൊരു രീതിയിലേക്കുള്ള ഒരു സാധനവും നിങ്ങൾ ഡിജിറ്റൽ സ്പേസിൽ സേവ് ചെയ്യരുത്. കാരണം ദർ ഇസ് നോ 100% ഡിലീഷൻ. ഇന്ന് ഇപ്പോൾ ഞാൻ ഒരെണ്ണം ഇട്ടു, 2 മണിക്കൂർ കഴിഞ്ഞു, ഞാനത് ഡിലീറ്റ് ചെയ്തു, എനിക്കെന്തോ പന്തികേട് തോന്നി, ഞാനത് ഡിലീറ്റ് ചെയ്തു. ഈ 2 മണിക്കൂർ നേരത്തേക്ക് ആരൊക്കെ കണ്ടു എന്നുള്ളതിന് എനിക്കറിയില്ല. ഈ കണ്ടവരൊക്കെ എന്ത് ചെയ്തു എന്നുള്ളത് എനിക്കറിയില്ല. ചിലപ്പോൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, ഇനി ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത്തരം ഡേറ്റ, ഇപ്പോൾ താങ്കളാണത് കണ്ടിട്ടില്ല, താങ്കളത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു, നിങ്ങൾ 4 കൊല്ലത്തേക്ക് ഒന്നും മിണ്ടുന്നില്ല. 4 കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾ വീണ്ടും ഇത് ഏതാ ഒരു ഫോട്ടോ എന്ന് തോന്നുന്നു, നിങ്ങൾ ആദ്യം അപ്ലോഡ് ചെയ്യുന്നു. സോ ദർ സംതിങ് കോൾഡ് 100% ഡിലീഷൻ. അപ്പോൾ എൻ്റെ ഒരു ഇതൊന്ന് ഞാനത് ഡിലീറ്റ് ചെയ്തു, 2 മണിക്കൂർ കഴിയുമ്പോൾ ഡിലീറ്റ് ചെയ്തു. എൻ്റെ സമാധാനം എന്താ, ഇനി ഇൻ്റർനെറ്റിൽ അതില്ല. അല്ലല്ലോ, അങ്ങനെയല്ലല്ലോ. ഇറ്റ് ക്യാൻ കം ഡിജിറ്റൽ സ്പേസിലേക്ക് അത് വരും. സൈബർ സ്പേസിൽ അതുണ്ട്, എവിടെയൊക്കെയോ ഉണ്ട്. അപ്പം നമുക്ക് ഈ പറയുന്ന ഒരു സംവിധാനത്തിൽ നമുക്ക് ഡിലീഷൻ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന സാധനത്തിൽ മാത്രമേ നമുക്ക് ഡിലീഷൻ ഉള്ളൂ. അതല്ലാത്ത ഒരു ഏരിയയിലേക്കും നമുക്ക് കയറി ചെല്ലാൻ പറ്റില്ല, പൂർണ്ണമായി അതപ്പോൾ കളയാൻ പറ്റില്ല. കാരണം എങ്ങനെയാണ് അത് പറ്റുക? എനിക്ക് എത്ര ഇപ്പോൾ ഒരാളുടെ പ്രൈവസിയിലേക്ക് കയറി ഇടപെടാൻ പറ്റുമോ? എനിക്ക് ഒരു കാരണമില്ലാതെ നിങ്ങളുടെ ഫോണിൽ നിന്നിട്ട് ചെക്ക് ചെയ്യാൻ പറ്റുമോ ഏതൊക്കെ ഫോട്ടോസ് ഉണ്ട് എന്നുള്ളത്? എന്തെങ്കിലും ഒരു കാരണമുണ്ടെങ്കിൽ ചെക്ക് ചെയ്യാം. അങ്ങനെ എത്ര പേരുടെ, ഒരു മണിക്കൂറിൽ 4 ലക്ഷം പേര് വന്നിട്ട് സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ ചെക്ക് ചെയ്ത് പോകുന്ന ഈ 4 ലക്ഷം പേരുടെയും ഗാജറ്റും അവരുടെ ഡിജിറ്റൽ സ്പേസ് മുഴുവൻ ചെക്ക് ചെയ്യാൻ പറ്റുമോ? പ്രാക്ടിക്കലി പോസിബിൾ അല്ലല്ലോ. തീർച്ചയായും പോസിബിൾ അല്ല.